ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ബൈനറി അരിത്മെറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈനറി നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അഡീഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഇതൊക്കെ എങ്ങനെ പെർഫോം ചെയ്യാൻ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മൾ നോർമൽ മാത്സിലൊക്കെ ചെയ്യുന്ന അരിത്മെറ്റിക്സ് പോലെയാണ്. നോർമൽ മാത്സിൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ചെയ്യത്തില്ലേ, അതുപോലെയാണ് ബൈനറിയിലും. പക്ഷേ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ മാത്സിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് എല്ലാം യൂസ് ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് 0 and 1 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് നമ്പർ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ബൈനറി അരിത്മെറ്റിക്സിൽ എല്ലാ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ബൈനറി അഡീഷൻ. ഇത് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനറി അഡീഷൻ യൂസ് ചെയ്യുന്നത്. അതിലുള്ള കുറച്ച് റൂൾസ് ഉണ്ട്, കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിച്ചാൽ പിന്നെ നമുക്ക് എത്ര വലിയ സം ആയാലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് 0 + 0 = 0. ഇത് നോർമൽ മാത്സിൽ നമ്മൾ 0 ആഡ് ചെയ്യുമ്പോൾ 0 അല്ലേ കിട്ടുന്നത്. പിന്നെ 0 + 1 = 1. ഇതും നമ്മൾ മാത്സിൽ 0ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലും നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പറാണ് ആൻസറിൽ കിട്ടുന്നത്. സെയിം ആണ് ഇവിടെ 1 + 0 = 1. പിന്നെ 1 + 1 = 10 ആണ് ആൻസർ. 1 + 1 = 10. ഇതിലുള്ള 0 ആണ് റിസൾട്ട്. 1 + 1 = 0. ഇതിലുള്ള ക്യാരി ആണ് 1. റിസൾട്ട് 0, ക്യാരി 1. പിന്നെ 1 + 1 + 1 ആണെങ്കിൽ റിസൾട്ട് 1, ക്യാരി 1. 1 + 1 + 1. 1 + 1 + 1 ആണെങ്കിൽ റിസൾട്ട് 1, ക്യാരി 1. 1 + 1 ആണെങ്കിൽ റിസൾട്ട് 0, ക്യാരി 1. അപ്പോൾ ഇതാണ് ബൈനറി അഡീഷനിലുള്ള കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഇത് പഠിച്ചു വെച്ചാൽ പിന്നെ നമുക്ക് എത്ര സം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1 + 1 1111 + 1101. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യണം. 1 + 1 എത്രയാ? റിസൾട്ട് 0 ആണ്, ക്യാരി 1. അപ്പോൾ റിസൾട്ട് 0, ക്യാരി 1. 1 + 1 + 0. 1 + 1 റിസൾട്ട് 0, ക്യാരി 1. 1 + 1 + 1 അതിൻ്റെ റിസൾട്ട് 1, ക്യാരി 1 ആണ്. പിന്നെ വീണ്ടും 1 + 1 + 1 റിസൾട്ട് 1, ക്യാരി 1. ഇതാണ് ബൈനറി അഡീഷൻ. വേറൊരു എക്സാമ്പിൾ ഉണ്ട്. 1111 + 1010. 1 + 0 1 ആൻസർ. 1 + 1 റിസൾട്ട് 0, ക്യാരി 1. 1 + 1 + 0 ഉണ്ട്. അപ്പോൾ 1 + 1 റിസൾട്ട് 0, ക്യാരി 1. 1 + 1 + 1 റിസൾട്ട് 1, ക്യാരി 1. ഇത്രയേ ഉള്ളൂ. ബൈനറി അഡീഷൻ സിമ്പിളാണ്. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 100100111 + 10101011. ഇതിൻ്റെ ആൻസർ 1 + 1. അതിൻ്റെ റിസൾട്ട് 0, ക്യാരി 1 ആണ്. അപ്പോൾ ഈ ക്യാരി 1 + 1 + 1 റിസൾട്ട് 1, ക്യാരി 1. 1 + 0 0, അത് 1 ആണ് ആൻസർ. പിന്നെ 0 + 1 1 ആണ്. 1 + 0 1 ആണ്. 0 + 1 1 ആണ് ആൻസർ. 0 + 0 0 ആണ് ആൻസർ. പിന്നെ 1 + 1 1 + 1ൽ റിസൾട്ട് 0, ക്യാരി 1. ക്യാരി ഇത് ആഡ് ചെയ്യാൻ വേറെ വാല്യൂസ് ഇല്ല, അപ്പോൾ അവിടെ നമുക്ക് 1 തന്നെ ഇടാം. അപ്പോൾ ഇതാണ് ആൻസർ. നെക്സ്റ്റ് വൺ ബൈനറി സബ്ട്രാക്ഷൻ. ബൈനറി അഡീഷനിൽ നോക്കിയതുപോലെ തന്നെ ഇതിലും കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് നോക്കണം. പിന്നെ നമ്മൾ ബൈനറി അഡീഷനിൽ റിസൾട്ട് ആൻഡ് ക്യാരി ആണ് എടുത്തത്. ബട്ട് ഇവിടെ നമ്മൾ റിസൾട്ട് പിന്നെ ബോറോ ആണ് എടുക്കുന്നത്. ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. 0 - 0 = 0. 1 - 0 = 1. 0 - 1 = റിസൾട്ട് 1, ബോറോ 1. ഇപ്പോൾ നോർമൽ മാത്സിൽ 123 - 9 ഉണ്ട്. ഇപ്പോൾ 3 നമുക്ക് 9ൽ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു നമ്പർ ബോറോ ചെയ്യത്തില്ല. അടുത്തുള്ള ഒരു നമ്പറിൽ നിന്ന് ഒരെണ്ണം ബോറോ മേടിക്കും. അപ്പോൾ ബോറോ മേടിക്കുമ്പോൾ ഇത് 13 ആവും. 13 - 9 4 ആണ്. പിന്നെ ഇവിടെ ഉള്ളത് 1 1. ഇങ്ങനെ നമ്മൾ നോർമൽ മാത്സിൽ ബോറോ മേടിക്കത്തില്ല. അതേ സെയിം കോൺസെപ്റ്റാണ് ബൈനറി സബ്ട്രാക്ഷനിലും ഉള്ളത്. 0 - 1 ആണെങ്കിൽ ബോറോ 1, റിസൾട്ട് 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ റിസൾട്ട് 1 ആയിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ബോറോയും 1 ആയിരിക്കും. പിന്നെ 1 - 1 = 0 ആൻഡ് 1 - 1 - 1 1 - 1 - 1 ഡിഫറൻസ് റിസൾട്ട് 1, ബോറോ 1. 0 - 1 ആണെങ്കിലും റിസൾട്ട് 1, ബോറോ 1. 1 - 1 - 1 ആണെങ്കിലും 1 ബോറോ 1 ഡിഫറൻസ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. 1101 - 1001. 1 - 1 0 ആണ്. 0 - 0 0 ആണ്. 1 - 0 1 ആണ്. 1 - 1 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 100.
പിന്നെ 1001 മൈനസ് 0111 ഇതിൽ 1 മൈനസ് 1 0 ആണ്. 0 മൈനസ് 1 ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ ബോറോ എടുക്കണം. റിസൾട്ട് 1 ബോറോ 1. ഇപ്പോൾ ഇതിൽ നമുക്ക് 0 അല്ല, അപ്പോൾ ഇവിടെ നിന്നും ബോറോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബോറോ എടുക്കേണ്ടത്. ബോറോ എടുക്കുമ്പോൾ ഇവിടെയും 1 കൊടുക്കണം, പിന്നെ ഇവിടെയും നമ്മൾ ബോറോ എടുക്കും. ബോറോ എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ട് 1 ആണ്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് 1 ആണ്. 1 ഇവിടെ നിന്ന് ബോറോ എടുത്തു. നമ്മളിപ്പോൾ 1 നമ്പർ വിട്ടിട്ടല്ലേ ബോറോ എടുത്തത്, അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്ത പാർട്ടിൽ നിന്ന് നമ്മൾ 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് 1 0. ഇവിടെ നമ്മൾ ബോറോ എടുത്തു, അപ്പോൾ 0 ആണ് ഉള്ളത്. 0 മൈനസ് 0 0. അപ്പോൾ ഇതിൻ്റെ ആൻസർ 10 ആണ്. ഇനി ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 10101 മൈനസ് 01110 01110 1 മൈനസ് 0 1 ആണ്. 0 1 ഇത് 0 നമുക്ക് 0 മൈനസ് 1 ആണെങ്കിൽ ബോറോ എടുക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 1. ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ബോറോ എടുത്തു, അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 അല്ല ഉള്ളത്, അപ്പോൾ നമ്മൾ ഇതിനും ബോറോ എടുക്കണം. 0 മൈനസ് 1 ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ നമ്മൾ ഇതിനും ബോറോ ആണ് എടുക്കേണ്ടത്. ഇവിടെ 0 ആണ്, അപ്പോൾ ഈ നമ്പറിൽ നിന്നാണ് നമ്മൾ ബോറോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നമ്പർ സ്കിപ്പ് ചെയ്തിട്ടല്ലേ പോകുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുക്കണം. ഇവിടെ 0 അല്ല 1 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോറോ എടുത്തു, അപ്പോൾ ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്ത പാർട്ടിന് 1 ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 0 മൈനസ് 1 ചെയ്യുമ്പോൾ റിസൾട്ട് 1. നമ്മൾ ബോറോ 1 എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ സ്കിപ്പ് ചെയ്തത് കൊണ്ട് സ്കിപ്പ് ചെയ്ത നമ്പറിൽ നിന്ന് നമ്മൾ 1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1 മൈനസ് 1 0 ആണ്. ഇവിടെ ഓൾറെഡി ബോറോ എടുത്തു, അപ്പോൾ ഇവിടെ 0 ആണുള്ളത്. 0 മൈനസ് 0 0. അപ്പോൾ ഇതിന് 111 ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ ബൈനറി സബ്ട്രാക്ഷൻ. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ. ഇതിൽ 0 ഇൻറ്റു 0 0 ആണ്. 0 ഇൻറ്റു 1 ഈക്വൽ ടു 0. 1 ഇൻറ്റു 0 0 ആണ്. 1 ഇൻറ്റു 1 മാത്രമാണ് 1 വരുന്നത്. നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ 0 വെച്ച് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആണ്. പിന്നെ 1 ഇൻറ്റു 1 സെയിം നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷനിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. 1001 ഇൻറ്റു 101. ഇപ്പം നമ്മൾ നോർമൽ മാത്സിൽ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഈ 1 വെച്ചിട്ട് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. പിന്നെ ഈ 0 വെച്ചിട്ട് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. മാത്സിൽ എഴുതുന്നത് പോലെ ഫസ്റ്റ് പ്ലേസ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ റിസൾട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ തേർഡ് നമ്പർ അതേപോലെ 1 സ്പേസ് വിട്ടിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. പിന്നെ 0 ഇൻറ്റു 1 0, 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 0. പിന്നെയും 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1. ഇപ്പോൾ ഇതെല്ലാം എഴുതിയിട്ട് ഇതെല്ലാം ആഡ് ചെയ്യണം. അപ്പോൾ ഇത് 1 ഇവിടെ എഴുതി. പിന്നെ 0 പ്ലസ് 0 0 ആണ്. 0 plus 0 plus 1 is 1. 1 plus 0 plus 0 is 1. 0 plus 0 0 and 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1001 ഇൻറ്റു 101. അതിൻ്റെ ആൻസർ 101101 ആണ്. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 1101 ഇൻറ്റു 11. അപ്പോൾ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. പിന്നെ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 0 0, 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 1 1. ഇനി ഇതെല്ലാം ആഡ് ചെയ്യണം. 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1, 1 പ്ലസ് 1 റിസൾട്ട് 0, ക്യാരി 1, 1 പ്ലസ് 1 0, പിന്നെ ക്യാരി 1, ക്യാരി ഇവിടെ എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 100111 ആണ്. ഇതിൻ്റെ പിന്നെ കൂടുതൽ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. 1110 ഇൻറ്റു 10, അതിൻ്റെ ആൻസർ 11100 ആണ്. പിന്നെ 10111 ഇൻറ്റു 101, അതിൻ്റെ ആൻസർ 111011 ആണ്. പിന്നെ 1011 ഇൻറ്റു 1101, ഇതിൻ്റെ ആൻസർ 10001111. ഇത് മൂന്നും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നെക്സ്റ്റ് വൺ ബൈനറി ഡിവിഷൻ ആണ്. ബൈനറി ഡിവിഷനിലും കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. 0 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു നോട്ട് പോസിബിൾ. 0/0 നോട്ട് പോസിബിൾ ആണ്. പിന്നെ 1 ഡിവൈഡഡ് ബൈ 0 അതും നോട്ട് പോസിബിൾ. 0 ഡിവൈഡഡ് ബൈ 0 ആൻഡ് 1 ഡിവൈഡഡ് ബൈ 0 ഇത് രണ്ടും നോട്ട് പോസിബിൾ കണ്ടീഷൻസ് ആണ്. 0 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 0, 1 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 1. ഇത് 4 പോയിൻറ്റ്സ് ആണ് ബൈനറി ഡിവിഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി ഇത് വെച്ച് വലിയ വലിയ സംസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് ഒരു എക്സാമ്പിൾ ചെയ്ത് കാണിക്കാം.
നമ്മളിപ്പോൾ ബൈനറി ഡിവിഷൻ ഇല്ലേ, അത് നോർമൽ മാത്സിലൊക്കെ ചെയ്യുന്ന ഡിവിഷൻ പോലെയാണ്, രണ്ടും സെയിം ആണ്. ബട്ട് നോർമൽ മാത്സിൽ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് എല്ലാം യൂസ് ചെയ്യും. ബട്ട് ഇവിടെ 0 and 1 മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഒന്ന് ഈസി ആയിട്ടുള്ളത്, ഒന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. 101101 ഡിവൈഡഡ് ബൈ 10. ഇപ്പോൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് നമ്പർ മാത്രം ചെക്ക് ചെയ്യണം. ഈ ഫസ്റ്റ് നമ്പർ 10-നേക്കാളും ചെറിയ നമ്പറല്ലേ, അപ്പോൾ അവിടെ 0 ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പറും ചേർത്ത് നോക്കണം. രണ്ട് നമ്പർ ചേർത്ത് നോക്കുമ്പോൾ 10 = 10, അതിൽ 110 അല്ലേ ഉള്ളത്. അപ്പോൾ 1 ഇട്ടിട്ട് 10 താഴെ ഇടണം. പിന്നെ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. അടുത്ത് ഈ 1 നമ്മൾ ഡൗൺ എടുക്കണം. നോർമൽ മാത്സിൽ ചെയ്യുന്ന പോലെ അടുത്ത നമ്പർ താഴെ എടുക്കണം. ഈ 1 ഇതിനേക്കാളും ചെറിയ നമ്പർ അല്ലേ. ഇപ്പോൾ ഈ നമ്മൾ ഏത് നമ്പറാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ചെറിയ നമ്പർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന നമ്പർ ചെറുതാണെങ്കിൽ ആൻസറിൽ 0 ഇടണം. വലിയ നമ്പർ ആണെങ്കിൽ 1 ഇടണം. ബിക്കോസ് ഇതിൽ നമുക്ക് വേറെ പോസിബിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ചെറിയ നമ്പർ ആണെങ്കിൽ 0 ഇടണം, വലിയ നമ്പർ ആണെങ്കിൽ 1 ഇടണം. വലിയ നമ്പർ ഗ്രേറ്റർ നമ്പർ ഓർ സെയിം നമ്പർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ 1 ആണ് ഇടേണ്ടത്. ചെറിയ നമ്പർ ആണെങ്കിൽ 0 ഇട്ടാൽ മതി. ഇപ്പോൾ ഇത് ചെറിയ നമ്പർ അല്ലേ, ഇത് 10 ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇത് ചെറിയ നമ്പറാണ്. ഇവിടെയുള്ള ഈ നമ്പർ ചെറുതാണ്. അപ്പോൾ മേളിൽ നമ്മളൊരു 0 ഇടാം. 0 ഇട്ടിട്ട് അടുത്തുള്ള 1 കൂടി നമുക്ക് താഴെ എടുക്കാം. എടുക്കുമ്പോൾ ഇപ്പോൾ 11 ഗ്രേറ്റർ ആണ്, 10-നേക്കാളും ഗ്രേറ്റർ ആണ് 11. അപ്പോൾ ഇവിടെ 1 ഇടണം. 110 സാർ 10 ആണ് ആൻസർ. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യണം. 1 - 0 1 ആണ്, 1 - 1 0. ഇനി ഈ 0 കൂടി താഴെ എടുക്കണം. എടുക്കുമ്പോൾ ഇത് 0 ആവും. 10-ൽ 110 ആണ് ഉള്ളത്. അപ്പോൾ 10 0 0. പിന്നെ ഈ 1 കൂടി താഴെ എടുക്കണം. ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി വേറെ അടുത്ത നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇടാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1011 ആണ് കോഷ്യൻ്റ്, റിമൈൻഡർ 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നോർമൽ മാത്സിൽ ചെയ്യുന്ന ഡിവിഷൻ പോലെയാണ്. ബട്ട് ഇവിടെ 0 and 1 നമ്പേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ലെസ് ദാൻ ഡിവൈഡൻഡ് ആണെങ്കിൽ അവിടെ 0 ഇടണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ നമ്പർ ആണെങ്കിൽ നമ്മൾ 1 ഇട്ടാൽ മതി. പിന്നെ ഇനി ഒരു എക്സാമ്പിളും കൂടി ചെയ്യാം. 101010 ഡിവൈഡഡ് ബൈ 110. അപ്പോൾ ആദ്യം നമ്മൾ ഇത് 3 ഡിജിറ്റ് അല്ല. അപ്പോൾ ഈ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് നോക്കണം. ഇപ്പോൾ നമുക്കിത് ഡയറക്റ്റ് അറിയില്ലെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ടും ചെയ്യാം. അപ്പോൾ 110 അതിൻ്റെ ഡെസിമലാണ് 2^0, 2^1, 2^2, 4 + 2 6. 110 6 ആണ്. 101 4 + 1 5 ആണ്. അപ്പോൾ ഇത് ചെറിയ നമ്പറാണ്, നമുക്കിതിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മേളിൽ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് 4 ഡിജിറ്റ്സ് നോക്കാം. 4 ഡിജിറ്റ്സ് നോക്കുമ്പോൾ ഇതെന്തായാലും ഗ്രേറ്റർ നമ്പർ ആവും. ബിക്കോസ് ഇത് 4 ഡിജിറ്റ് ആണ്, ഇത് 3 ഡിജിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ പോസിബിൾ വാല്യൂസ് 0 and 1 മാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1 ഇടാം. 1 × 110 ഈസ് 110. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യണം. 0 - 0 0, 1 - 1 0. 0 - 1 ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് 1 ആണ്, ബോറോ 1. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 ഓൾറെഡി ബോറോ എടുത്തു. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ 100 ആണ് റിസൾട്ട്. ഇനി അടുത്ത 1 കൂടി നമ്മൾ താഴെ എടുക്കാം. എടുക്കുമ്പോൾ ഇത് പിന്നെ 4 ഡിജിറ്റ് നമ്പറാണ്, ഇത് 3 ഡിജിറ്റ് അല്ല. അപ്പോൾ ഇത് ചെറിയ നമ്പറാണ്, ഇതാണ് ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ പിന്നെയും 1 ഇടാം. 1 × 110 ഈസ് 110. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യണം. 1 - 0 ഈസ് 1. 0 - 1 റിസൾട്ട് 1, ബോറോ 1. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ബോറോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയും റിസൾട്ട് ഇതിൽ ഓൾറെഡി ബോറോ എടുത്തത് കൊണ്ട് ഇത് 1 ആണ്. 1 - 1 0, ഇത് 0. ഇനി ഈ 0 കൂടി ഉണ്ട്, ഇത് നമ്മൾ താഴെ എടുക്കണം. അതെടുക്കുമ്പോൾ 110 110 110 ഇത് ഈക്വൽ അല്ലേ. അപ്പോൾ 1 ഇട്ടിട്ട് ഇവിടെ 110 ഇടാം. അപ്പോൾ റിമൈൻഡർ 0, ആൻസർ 0 111 ആണ് ആൻസർ. ഇത് 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 111 ആണ് ആൻസർ. ഇവിടെ വേറെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. 1010 ഡിവൈഡഡ് ബൈ 10. ഇപ്പോൾ ഫസ്റ്റ് ഈ 10ൽ 10 1 ടൈമാണ് ഉള്ളത്. അപ്പോൾ 1 ഇട്ടിട്ട് 1 × 10 10 ആണ്. ഇതിനി സബ്ട്രാക്ട് ചെയ്യണം. 0 - 0 0, 1 - 1 0 ആണ്. പിന്നെ ഈ 1 ഡൗൺ എടുക്കണം. ഡൗൺ എടുക്കുമ്പോൾ ഈ 1ൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. 1 is lesser than 10 ആണ്. അപ്പോൾ ഇവിടെ 0 ഇടണം. ഈ 1 ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇവിടെ 1 ഇടണം. ലെസ്സർ ദാൻ ആയതുകൊണ്ട് ഇവിടെ 0 ഇടണം. 0 ഇട്ടിട്ട് അതിൻ്റെ അടുത്തുള്ള വേറെ ഒരു 0ൻ്റെയും കൂടെ ഡൗൺ എടുക്കുന്നു. 10 ഇപ്പോൾ 10 ആയി. ഈ 10ൽ 1 ടൈം
ആണ് 10 ഉള്ളത്. അപ്പോൾ ഇവിടെ 1 ഇട്ടിട്ട് 10 ഇടണം. പിന്നെ ഇത് സബ്ട്രാക്റ്റ് ചെയ്താൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. മേലിലുള്ള ഈ നമ്പറാണ് ക്വസ്റ്റ്യൻ, ഈ ലാസ്റ്റുള്ള നമ്പറാണ് റിമൈൻഡർ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഉണ്ട്. 11011 ഡിവൈഡഡ് ബൈ 101. ഇതിൽ 110 ഇത് ഗ്രേറ്റർ നമ്പറാണ്. 101 ഇത് ലെസ്സറാണ്. 110 ഗ്രേറ്റർ ആണ്. ഈ രണ്ട് നമ്പറും കമ്പയർ ചെയ്യുമ്പോൾ ഈ നമ്പറും കമ്പയർ ചെയ്യുമ്പോൾ 110 ആണ് ഗ്രേറ്റർ നമ്പർ. നിങ്ങൾക്ക് ഏതാണ് ഗ്രേറ്റർ നമ്പർ എന്ന് അറിയില്ലെങ്കിൽ ആ പർട്ടിക്കുലർ നമ്പറിൻ്റെ ഡെസിമൽ വാല്യൂ എടുത്താൽ മതി. അതിലേതാണോ ഗ്രേറ്റർ അതായിരിക്കും ഇതിലും ഗ്രേറ്റർ നമ്പർ. അപ്പോൾ ഇതാണ് ഗ്രേറ്റർ നമ്പർ. ഇത് ഗ്രേറ്റർ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ 1 ഇടുന്നു. 1 ഇട്ടിട്ട് 1 × 101 എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ 101 ഇട്ടിട്ട് ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 - 1 അതിൻ്റെ റിസൾട്ട് 1 ആണ്. ബോറോ 1 എടുത്തു. ഇത് ബോറോ എടുത്തത് കൊണ്ട് ഇതിപ്പോൾ 0 ആയി. അപ്പോൾ 0 - 0 0 ആണ്. പിന്നെ 1 - 1 0 ആണ്. പിന്നെ ബാലൻസ് ഉള്ള ഈ 1 ഡൗൺ എടുക്കുന്നു. 1 ഡൗൺ എടുക്കുമ്പോൾ ഇവിടെ 11 ആണ്. 11 ലെസ് ദാൻ ഈ നമ്പറാണ്. 11 is less than 101. അപ്പോൾ ഇവിടെ 0 ഇടണം. 0 ഇട്ടിട്ട് ഈ ഒരു 0യും കൂടി നമ്മൾ ഡൗൺ എടുക്കുമ്പോൾ 110 ആയി. ഇപ്പോൾ ഈ 110 is greater than 101. നിങ്ങൾക്ക് ഡൗട്ട് ആണെങ്കിൽ ഡെസിമൽ കൺവേർഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 1 ഇട്ടിട്ട് 101 എഴുതണം. പിന്നെ ഇതിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ ഇതാണ്. മേളിൽ കിട്ടുന്നതാണ് നമ്മളുടെ ആൻസർ. താഴെയുള്ളത് റിമൈൻഡർ ആണ്. അപ്പോൾ മേലിലുള്ളത് കോഷ്യൻ്റ്, ഇതാണ് ആൻസർ, ഇത് റിമൈൻഡർ. ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഡിവിഷൻ ചെയ്യേണ്ടത്. ഇതിൽ 2 വാല്യൂസാണ് ഉള്ളത്, 0 and 1. ഇപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ നമ്പർ ഈ നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ വാല്യൂ 0 ഇടണം, ആൻസർ 0 ഇടണം. ഗ്രേറ്റർ നമ്പർ ആണെങ്കിൽ ആൻസർ 1 ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈനറി അരിത്മെറ്റിക്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്